തമിഴകത്തിന്റെ വെള്ളിത്തിരയിൽ നിന്ന് ഭരണസിംഹാസനത്തിലേക്ക് ദളപതി ഇനി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി. ചെന്നൈയിലെ കോട്ടയിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കി അദ്ദേഹം തന്റെ ഔദ്യോഗിക കസേരയിൽ ഇരുന്നു കഴിഞ്ഞു. വെറും ഒരു സിനിമാക്കാരന്റെ വരവല്ല ഇത് എന്ന് തെളിയിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒപ്പിട്ട ആദ്യ 3 ഫയലുകൾ. ആരാധകർ മാത്രമല്ല, രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ആ 3 പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണക്കാരന്റെ ജീവിതഭാരം കുറയ്ക്കുക എന്നതായിരുന്നു വിജയിയുടെ പ്രഥമ പരിഗണന. തമിഴ്നാട്ടിലെ ഓരോ വീടുകൾക്കും 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകാനുള്ള ചരിത്രപരമായ ഉത്തരവിൽ അദ്ദേഹം ആദ്യം ഒപ്പിട്ടു. സിനിമയിലെ നായകനെ പോലെ വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ജനപക്ഷത്താണെന്ന് അദ്ദേഹം ഇതോടെ തെളിയിച്ചു. തൻ്റെ സിനിമകളിലെല്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന വിജയ് ഭരണത്തിൻ്റെ ആദ്യ നിമിഷം തന്നെ സ്ത്രീകൾക്കായി മാറ്റിവെച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനായി ഒരു പ്രത്യേക സുരക്ഷാ വിഭാഗം രൂപീകരിക്കാനുള്ള ഉത്തരവാണ് അദ്ദേഹം രണ്ടാമതായി ഒപ്പിട്ടത്. അമ്മമാരുടെയും സഹോദരിമാരുടെയും സംരക്ഷണം ഇനി സർക്കാരിൻ്റെ ബാധ്യതയാണ്. മൂന്നാമത്തെ ഫയൽ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം. തമിഴ്നാടിനെ ഒരു മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ലഹരി മാഫിയയെ അടിച്ചമർത്താൻ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കാനുള്ള ഫയലിനാണ് മുഖ്യമന്ത്രി മൂന്നാമതായി ഒപ്പിട്ടത്. വാത്തി ആയി വന്ന് ലഹരിക്കെതിരെ പോരാടിയ നായകൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വേഷത്തിൽ അത് പ്രായോഗികമാക്കുന്നു. സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഈ നീക്കങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു തുടക്കം മാത്രം. കാത്തിരിക്കാം തമിഴകത്തിൻ്റെ പുതിയ മാറ്റങ്ങൾക്കായി. ഈരാറ്റുപേട്ടക്കാർക്കൊരു സന്തോഷ വാർത്ത. കൂടുതൽ സൗകര്യങ്ങളോടെ അത്യാധുനിക സംവിധാനങ്ങളുമായി ഈരാറ്റുപേട്ടയിൽ എമർജ് ഹോസ്പിറ്റൽ. ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള തിമിര ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ മാനുവൽ ജോണിന്റെ സേവനവും ഇവിടെ ലഭ്യം. ഒപ്പം ENT വിഭാഗത്തിൽ ഡോക്ടർ മരിയ ജോസ്, ഓർത്തോപീഡിക്സിൽ ഡോക്ടർ സ്റ്റാനി മാത്യു, കുട്ടികളുടെ വിഭാഗത്തിൽ ഡോക്ടർ ഫജിത് സൈനുദ്ദീൻ എന്നിവരുടെ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കാം. ആരോഗ്യമാണ് സമ്പത്ത്, അത് കാത്തു സൂക്ഷിക്കാൻ ഇനി എമർജ് കൂടെയുണ്ട്.